ഈ ലോകത്തിലെ ഏറ്റവും യുണീക്കായ 3 പാലങ്ങൾ പരിചയപ്പെടാം. അതിലെ അവസാനത്തെ ബ്രിഡ്ജ് ഏതാന്ന് കണ്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ഇതിലെ 3-ാം സ്ഥാനം യഷിമ ഒഷാനി ബ്രിഡ്ജ്. കുത്തനെയുള്ള തോന്നിക്കുന്ന ഒരു പാലം. ജപ്പാനിലെ ഏറ്റവും പ്രശസ്തമായ പാലങ്ങളിൽ ഒന്നാണിത്. പ്രത്യേകിച്ച് ഈ പാലത്തിന്റെ വളവുള്ള ഡിസൈനും ഉയരമുള്ള കയറ്റവുമാണ് ഇതിനെ ശ്രദ്ധേയമാക്കുന്നത്. ഏകദേശം 1.7 കിലോമീറ്റർ നീളവും 44.7 മീറ്റർ ഉയരവുമാണ് ഈ പാലത്തിനുള്ളത്. കാഴ്ചയിൽ ഒരു റോളർ കോസ്റ്റർ പോലെ തോന്നിക്കുമെങ്കിലും ഈ പാലത്തിന്റെ ഈയിലൂടെ കപ്പലുകൾക്ക് സുഖമായി സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. 2-ാം സ്ഥാനം റോളിംഗ് ബ്രിഡ്ജ് UK. റോൾ ചെയ്ത് വെക്കാൻ കഴിയുന്ന ഒരു പാലം. ലാൻഡിംഗ്ടൺ ബേസിൽ സ്ഥിതി ചെയ്യുന്ന ഇത് 8 ഹൈഡ്രോളിക് പിസ്റ്റലുകൾ ഉപയോഗിച്ചാണ് ഒരു ഇഷ്ടഭുജ ആകൃതിയിൽ അടക്കാൻ കഴിയുന്നത്. ബോട്ടുകൾക്കെല്ലാം കടന്നു പോകാൻ അനുവദിക്കുന്ന രീതിയിലാണ് ഈ പാലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെറും 3 മിനിറ്റിനുള്ളിൽ അടക്കാനും തുറക്കാനും കഴിയുന്ന ഈ പാലം തോമസ് ഹീറഡ്രൂക്ക് ബെത്തിയാണ് ഈ പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1-ാം സ്ഥാനത്ത് ആരാന്ന് അറിയുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ 1-ാം സ്ഥാനം ബേസ് കേസ് മില്ലേജ് ബ്രിഡ്ജ് ഇംഗ്ലണ്ട്. 40 ഡിഗ്രി ഇറക്കാൻ കഴിയുന്ന ഒരു പാലം. ബ്ലിങ്കിങ് ഐ ബ്രിഡ്ജ് എന്ന് വിളിപ്പേരുള്ള ഈ പാലം വശങ്ങളിലേക്ക് ചെരിയുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കപ്പലുകൾ കടന്നു പോകുമ്പോൾ ഈ പാലം പതുക്കെ കറങ്ങുന്നു. അതുപോലെ 126 മീറ്റർ നീളമുള്ള ഈ പാലം ലോകത്തിലെ ആദ്യത്തെ ചെരിഞ്ഞ കാൽനട പാതയും കൂടെയാണ് ഇത്. ഇതിലെ ഏത് പാലമാണ് നിനക്ക് അത്ഭുതകരമായി തോന്നിയത് താഴെ കമന്റ് ചെയ്യുക.